ഹായ് എല്ലാവർക്കും നമസ്കാരം. ഒരു പുഞ്ചിരി, അതിന് എത്ര അർത്ഥങ്ങളുണ്ടാവും അല്ലേ? ചിലപ്പോൾ അത് സ്നേഹത്തിന്റെ ഒരു അടയാളമായിരിക്കും, പക്ഷേ ചിലപ്പോഴോ അതൊരു മുന്നറിയിപ്പ് പോലുമാകാം. ഇന്ന് നമ്മൾ ചിരിയുടെ ഈ ഒരു കോംപ്ലിക്കേറ്റഡ് ലോകത്തേക്ക് ഒരു യാത്ര പോവുകയാണ്. ഇതിന് നമ്മളെ സഹായിക്കുന്നത് DR നായരുടെ ഒരു ലേഖനമാണ്. അദ്ദേഹം tiga.com എന്ന ബ്ലോഗിൽ എഴുതിയതാണ്. കഴിഞ്ഞ 20 വർഷമായിട്ട് ലൈഫ് ലോങ് ലേണിംഗ് എന്ന ആശയം പ്രൊമോട്ട് ചെയ്യുന്നൊരു ബ്ലോഗാണിത്. അപ്പോൾ അദ്ദേഹത്തിന്റെ ചിന്തകളിലൂടെ നമുക്കിതൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാം. ഒന്ന് ആലോചിച്ച് നോക്കിയേ, നിങ്ങളുടെ കരിയറിലെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയൊരു മീറ്റിങ്ങിന് കയറാൻ പോവാണ്. അപ്പോൾ ഒരാൾ വന്ന് ചെവിയിൽ പറയുന്നു, അകത്തുള്ള ആള് ചിരിച്ചാൽ സൂക്ഷിച്ചോ, നിങ്ങൾ പെട്ടു. ഇങ്ങനെ ഒരു വിചിത്രമായ ഉപദേശമാണ് ലേഖകനായ DR നായർക്ക് കിട്ടിയത്. അദ്ദേഹത്തിന്റെ കമ്പനി ചെയർമാനെ ആദ്യമായിട്ട് കാണാൻ പോയപ്പോൾ അവിടുത്തെ സെക്രട്ടറിയാണ് ഈ ഒരു മുന്നറിയിപ്പ് കൊടുത്തത്. എന്ത് വിചിത്രാണല്ലേ, ഒരു പുഞ്ചിരി അതെങ്ങനെയാണൊരു ഭീഷണിയാകുന്നത്? അപ്പോ ഒരു 15 മിനിറ്റ് കഴിഞ്ഞു. മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങി. ഭാഗ്യം, അദ്ദേഹം പുഞ്ചിരിച്ചില്ല. ശരിക്കും പറഞ്ഞ അതൊരു വലിയ ആശ്വാസം തന്നെയായിരുന്നു. പക്ഷെ ആ നിമിഷം മുതൽ ലേഖകന്റെ മനസ്സിൽ ആ ചോദ്യം ബാക്കിയായി. എങ്ങനെയാണ്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഒരു പുഞ്ചിരി ഇത്രയും അപകടം പിടിച്ച ഒന്നായി മാറുന്നത്? നമുക്ക് നോക്കാം. അപ്പോൾ ഈ ഒരു അനുഭവത്തിൽ നിന്നാണ് നമ്മളൊരു പ്രധാനപ്പെട്ട കാര്യം മനസ്സിലാക്കുന്നത്. അതായത് എല്ലാ ചിരിയും ഒരുപോലെയല്ല. ചില ചിരികൾ സൗഹൃദത്തിന്റെയാണ്, പക്ഷേ മറ്റു ചിലതോ അതൊരു പവർ ഗെയിമിന്റെ ഭാഗമാണ്, ഒരു വാർണിംഗ് സിഗ്നൽ പോലെ. എന്താണ് ഈ അപകടകരമായ ചിരിക്ക് പിന്നിലെ സൈക്കോളജി എന്ന് നമുക്കൊന്ന് നോക്കാം. ആ സെക്രട്ടറി പിന്നീട് കൊടുത്ത വിശദീകരണം ഉണ്ടല്ലോ, അത് വളരെ സിമ്പിളായിരുന്നു, പക്ഷെ കേട്ടാ പേടി തോന്നും. അതായത്, നിങ്ങൾ ചെയർമാന്റെ മുന്നിലിരുന്ന് എത്രത്തോളം മണ്ടത്തരം പറയുന്നുവോ അദ്ദേഹത്തിന്റെ മുഖത്ത് അത്രയും വലിയൊരു ചിരി വിടരും. പക്ഷെ സൂക്ഷിക്കണം, ആ ചിരി ഒരു അപ്രീസിയേഷൻ അല്ല. അത് വരാൻ പോകുന്ന പണിയുടെ ഒരു സൂചന മാത്രമാണ്. ശരിക്കും പറഞ്ഞാൽ വാക്കുകളൊന്നും ഉപയോഗിക്കാതെ ഒരു ചിരിയിലൂടെ മാത്രം തന്റെ ഇഷ്ടക്കേടും പവറും കാണിക്കാനുള്ളൊരു വഴിയായിരുന്നു അത്. പക്ഷെ കഥ ഇവിടെ തീരുന്നില്ല. ഈ ടെൻഷൻ നിറഞ്ഞ പുഞ്ചിരിയുടെ നേരെ ഓപ്പോസിറ്റായ ഒരു അനുഭവം കൂടി ഏതാണ്ട് ഇതേ സമയത്ത് തന്നെ ലേഖകനുണ്ടായി. ചിരിയുടെ മറ്റൊരു മുഖം, അതെ, ഒരു ലാഫ്റ്റർ ക്ലബിൽ വെച്ച്. നമുക്ക് നേരെ അങ്ങോട്ട് പോകാം. ഒരു ദിവസം രാവിലെ നടക്കാനിറങ്ങിയപ്പോ പാർക്കിൽ കണ്ട ഒരു കാഴ്ചയാണിത്. ഒരു പറ്റം ആളുകൾ ഒരു വട്ടത്തിൽ നിന്നിട്ട് കൈയൊക്കെ വീശി ശരീരം കുലുക്കി അങ്ങ് ആർത്ത് ചിരിക്കാണ്. പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല. സത്യം പറഞ്ഞാൽ ആദ്യം കണ്ടപ്പോ എന്തോ ഒരു പെരിയറായിട്ട് തോന്നി. പക്ഷേ ശ്രദ്ധിച്ചപ്പോ മനസ്സിലായി, ആ ചിരിയിൽ ഒരു തരി പോലും അഭിനയമില്ല. അതൊരു എക്സസൈസ് പോലെയായിരുന്നു, ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് വരുന്ന സന്തോഷത്തിന്റെ ഒരു ഒത്തുചേരൽ. അപ്പൊ നോക്കൂ, നമ്മളിപ്പോ കണ്ടത് ചിരിയുടെ രണ്ടറ്റങ്ങളാണ്. ഒന്ന് ആ ചെയർമാന്റെ കാൽക്കുലേറ്റഡ് ആയിട്ടുള്ള, ആളെ ഒറ്റപ്പെടുത്തുന്ന ആ ഒരു പുഞ്ചിരി. മറ്റൊന്ന് ലാഫ്റ്റർ ക്ലബിലെ ആളുകളെയെല്ലാം ഒരുമിപ്പിക്കുന്ന ആ നിഷ്കളങ്കമായ പൊട്ടിച്ചിരി. കണ്ടില്ലേ, ഒരേ സംഭവം, പക്ഷെ സാഹചര്യം മാറുമ്പോൾ അതിന്റെ അർത്ഥം കംപ്ലീറ്റ് ആയിട്ട് മാറുകയാണ്, അല്ലേ? ഈ രണ്ടനുഭവങ്ങളും നമ്മളെ ഒരു ചോദ്യത്തിലേക്ക് എത്തിക്കുകയാണ്. ശരിക്കും എന്താണ് ചിരി? നമ്മൾ എന്തിനാണ് ചിരിക്കുന്നത്? എന്താണ് അതിന്റെ പിന്നിലുള്ള ആ ഒരു മാജിക്? അപ്പോ ചിരിയുടെ ശരിക്കുള്ള ഉദ്ദേശം എന്തായിരിക്കും? അതായത് വെറുമൊരു ഫിസിക്കൽ റിയാക്ഷൻ മാത്രമാണോ ഈ ചിരി? അതോ അതിനപ്പുറം എന്തെങ്കിലും സോഷ്യൽ അല്ലെങ്കിൽ സൈക്കോളജിക്കൽ കാരണങ്ങളുണ്ടോ ഇതിന്? സത്യം പറഞ്ഞാലേ, നമ്മൾ ചിരിക്കുന്നതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. ചിലപ്പോൾ നമ്മുടെ ഉള്ളിലെ ടെൻഷൻ കുറയ്ക്കാനാവും. ഒരു പ്രഷർ കുക്കറിൽ നിന്ന് സ്റ്റീം പുറത്തേക്ക് പോകുന്നത് പോലെ ഒരു റിലീഫാണത്. അല്ലെങ്കിൽ തീരെ പ്രതീക്ഷിക്കാത്ത എന്തെങ്കിലും കാണുമ്പോഴോ കേൾക്കുമ്പോഴോ നമ്മൾ അറിയാതെ ചിരിച്ചു പോകും. പക്ഷേ ഇതിനെല്ലാം അപ്പുറം ചിരിയുടെ ഏറ്റവും വലിയ പവർ എന്താണെന്നറിയാമോ? അത് നമ്മളെ പരസ്പരം കണക്ട് ചെയ്യുമെന്നുള്ളതാണ്. നമ്മൾ ഒരുമിച്ച് ചിരിക്കുമ്പോൾ അവിടെ നമ്മൾ അറിയാതെ ഒരു പ്രത്യേക ബോണ്ടുണ്ടാവും. ഇതെന്ത് മനോഹരമായൊരു വാചകമാണെന്ന് നോക്കൂ, ശരിയല്ലേ? ഒന്നിച്ചിരുന്ന് ചിരിക്കാന്ന് പറയുന്നത് അത് വാക്കുകൾക്കപ്പുറമുള്ളൊരു കമ്മ്യൂണിക്കേഷനാണ്. ഹൃദയങ്ങൾ തമ്മിൽ കൈകൊടുക്കുന്നത് പോലെ ആ ഒരു കണക്ഷൻ ഭയങ്കര സ്ട്രോങ് ആയിരിക്കും. അപ്പോൾ ചിരി വെറും ഒരു മാനസികാശ്വാസം മാത്രമല്ല കേട്ടോ, നമ്മുടെ ശരീരത്തിനും മനസ്സിനും ചിരി കൊണ്ട് വേറെയും ഒരുപാട് അത്ഭുതകരമായ ഗുണങ്ങളുണ്ട്. ചിരി നമുക്ക് തരുന്ന ഗിഫ്റ്റുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമതായി, അത് നമ്മുടെ ടെൻഷനും പേടിയുമൊക്കെ കുറയ്ക്കും. സയന്റിഫിക്കായിട്ട് പറഞ്ഞാൽ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം, അതായത് രോഗപ്രതിരോധശേഷി കൂട്ടാൻ ചിരി സഹായിക്കും. അതുമാത്രമല്ല, നമ്മുടെ ഹൃദയത്തിന് കിട്ടുന്ന ഒരു ചെറിയ രസകരമായ വർക്കൗട്ട് കൂടിയാണ് ഓരോ ചിരിയും. പക്ഷേ നേരത്തെ പറഞ്ഞ പോലെ ഇതിലെ ഏറ്റവും വലിയ സമ്മാനം, അത് നമ്മളെ മറ്റുള്ളവരുമായി കൂടുതൽ അടുപ്പിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. പക്ഷെ ഒരു പ്രശ്നമുണ്ട്. എപ്പോഴും ഇങ്ങനെ സന്തോഷത്തോടിരുന്ന് ചിരിക്കാൻ നമുക്ക് പറ്റുമോ? ഇല്ല. ചിലപ്പോൾ നമുക്ക് വിഷമം വരും, നിരാശ തോന്നും. അപ്പൊ എന്തു ചെയ്യും?
അതിനും ഒരു വഴിയുണ്ട്. ഇവിടെയാണ് ഒരു ഇൻട്രസ്റ്റിംഗ് ഐഡിയ വരുന്നത്. നമുക്ക് ശരിക്കും സന്തോഷമില്ലെങ്കിൽ പോലും വെറുതെ ഒന്ന് ചിരിക്കാൻ ശ്രമിക്കുന്നത്, അതായത് അഭിനയിച്ച് ചിരിക്കുന്നത്, നമ്മുടെ ഉള്ളിലെ ആ മുറുക്കമൊക്കെ കുറയ്ക്കാൻ സഹായിക്കുമത്രേ. ഇത് ശരിക്കുള്ള സന്തോഷത്തിലേക്ക് എത്താനുള്ള ഒരു വാമപ്പ് പോലെയാണെന്ന് പറയാം. ഇതൊന്ന് ട്രൈ ചെയ്തു നോക്കാൻ വളരെ എളുപ്പമാണ്. ആദ്യം ചിരിക്കുന്നൊരു സൗണ്ട് ഉണ്ടാക്കി തുടങ്ങുക. ഒരുപക്ഷെ ആദ്യം ഇത് ഭയങ്കര ആർട്ടിഫിഷ്യലായിട്ട് തോന്നും. സാരമില്ല, അതങ്ങ് തുടരുക. പതിയെ പതിയെ ഈ അഭിനയം നമ്മുടെ തലച്ചോറിനെ ഒന്ന് പറ്റിക്കും. പിന്നെ നമ്മൾ ശരിക്കും ചിരിക്കാൻ തുടങ്ങും. ഇതൊരു ട്രിക്കാണ്. അപ്പോ ചുരുക്കി പറഞ്ഞാൽ ഇതാണ് കാര്യം. ചിരി, അത് ഒറിജിനൽ ആയാലും ഡ്യൂപ്ലിക്കേറ്റ് ആയാലും, അതൊരു മരുന്ന് പോലെയാണ്. ജീവിതത്തിലെ ഏറ്റവും വില കുറഞ്ഞ, ഏറ്റവും സന്തോഷം തരുന്ന ഒരു മരുന്ന്. അപ്പോ അടുത്ത തവണ എപ്പോഴെങ്കിലും മനസ്സ് ഡൗൺ ആയിരിക്കുമ്പോ ഈ ചെറിയ ടെക്നിക്കൊന്ന് പരീക്ഷിച്ചു നോക്കാലോ, അല്ലേ?